ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിത്യയെ പറ്റിയുള്ള ഓർമ്മകൾ ജീവനെ വല്ലാതെ വേട്ടയാടുകയാണ്. അതിനെപ്പറ്റി ഇങ്ങനെ രാത്രിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് നീന സിസ്റ്റർ വരുന്നത്. ജീവൻ ചെന്ന് കതക് തുറക്കുമ്പോൾ സിസ്റ്റർ നിൽക്കുന്നത് കാണുന്നുണ്ട്. ജീവൻ വല്ലാത്ത ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്തു പറ്റി ജീവൻ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നു. ജീവൻ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് ജീവനെ ഒന്ന് കാണണമെന്ന് തോന്നി, കുറച്ചു നേരം കൂടെ ഇരിക്കണമെന്ന് തോന്നി, അതാണ് വന്നത്. ഞാൻ വന്നത് ഇഷ്ടമായില്ലേ എന്നൊക്കെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. ജീവനൊന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. ഡോർ പകുതി തുറന്നു കിടക്കുകയാണ്. സിസ്റ്ററും അകത്തേക്ക് ചെല്ലുന്നുണ്ട്. സിസ്റ്റർ വീണ്ടും ജീവനോട് പറയുന്നുണ്ട്, ജീവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ജീവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ജീവനോട് എന്താണ് തോന്നുന്നതെന്ന്. ഒരു പേഷ്യന്റിനോടുള്ള സഹതാപമാണോ, അതോ പിന്നെ പതിയെ പതിയെ എനിക്ക് മനസ്സിലായി എന്റെ മനസ്സിൽ എന്തൊക്കെയാണ് ജീവനെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടെ ജീവൻ പറയുന്നു, നീന പ്ലീസ്. എന്നാൽ ആ സിസ്റ്റർ വീണ്ടും സംസാരിക്കുകയാണ്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയുവോ? എപ്പോഴും ജീവനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നുക, ഏതു നേരവും ജീവൻ കൂടെ ഉണ്ടാവണമെന്ന് തോന്നുക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ജീവനെ. ഞാനും ജീവനെ പോലെ തന്നെയാ. എല്ലാവരും ഉണ്ടായിട്ടും അവരെ എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യമേ ആരുമില്ല. ഒരു ഓർഫനേജിലെ കുട്ടി, വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒരു പാവം കുട്ടി. ആരുമില്ലാത്ത നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട്, നീന പോ. ജീവൻ, ഞാൻ ജീവന്റെ കോൺസെപ്റ്റിന് ചേരുന്നവളാണോന്ന് അറിയില്ല, പക്ഷെ എന്റെ ജീവന്റെ അവസാനത്തെ തരി കൊണ്ട് പോലും എനിക്ക് ജീവനെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ നോക്കിക്കൊള്ളാം ജീവനെ എന്ന് നീന പറയുമ്പോൾ വളരെ ദേഷ്യത്തിൽ തന്നെ ജീവൻ പോ എന്ന് പറയുന്നു. നീന ഇപ്പോൾ ജീവന്റെ പിറകിൽ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ജീവനോട് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം പറയരുത്. അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഐ ലവ് യു ജീവൻ, ഐ ലവ് യു എന്ന് പറയുമ്പോൾ ജീവൻ നീനയുടെ കൈ പിടിച്ച് മാറ്റുന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് നീനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, നീന, സ്നേഹമാണോ നിനക്ക് എന്നോട്? അപ്പോൾ നീന അതേ ജീവൻ എന്ന് പറയുന്നു. ഞാൻ നിന്നെ തിരിച്ച് സ്നേഹിക്കണ്ടേ എന്ന് ജീവൻ ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ജീവൻ വളരെ റൊമാൻറ്റിക് ആയിട്ട് നീനയുടെ മുഖത്ത് തലോടുന്നു. എന്നിട്ട് പൊക്കിയെടുത്തുകൊണ്ട് സോഫ സെറ്റിൽ കൊണ്ട് കിടത്തുന്നു. നീനയാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ്. എന്നാൽ നീനയുടെ അടുത്ത് ജീവൻ പ്രണയത്തിൽ വരുന്നത് പോലെ ഭാവിച്ച് അവിടെ ഇരുന്ന ഒരു പില്ലോ കൊണ്ട് മുഖത്ത് പൊത്തിപ്പിടിച്ച് നീനയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. തന്റെ ജീവന് വേണ്ടി ശ്വാസം കിട്ടാതെ പിടയുകയാണ് കുട്ടി. ഒടുവിൽ നീനയുടെ ബോധം പോയിരിക്കുന്നു. ഇപ്പോൾ ജീവൻ നീനയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിത്യയുടെ വീട്ടിൽ നിത്യയാണെങ്കിൽ ഓരോന്നും ആലോചിച്ച് ടെറസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സുജാത അപ്പോൾ നിത്യയുടെ അടുത്തേക്ക് വരുന്നു. മോളെ, എന്താ നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, ഞാൻ ഹരിയുടെ ഭാര്യയുടെ കാര്യം ആലോചിക്കുമായിരുന്നു അമ്മേ. ആ സെലിബ്രിറ്റി ഗസ്റ്റ് വീണയുടെ. അവളൊരു പെണ്ണാണോ? അവളുടെ കൺമുന്നിൽ വന്നു പോയത് സ്വന്തം മോളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ തോന്നി അവൾക്ക്. അവൾ ആ പ്രസവിച്ച കുഞ്ഞിനെ മറന്ന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ? ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ പരിപൂർണ പരാജയമല്ലേ ആ സ്ത്രീ എന്ന് നിത്യ പറയുന്നു. കുടുംബം, ഭർത്താവ്, കുട്ടികൾ, ആ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തവര് ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ എന്ന് സുജാത. പാവം കല്യാണി എന്നെങ്കിലും സ്വന്തം അമ്മയെ കാണണമെന്ന ആഗ്രഹവും മനസ്സിൽ വെച്ച് നടക്കുക. ആ കുഞ്ഞ് അമ്മയായി ആരെയാ കാണേണ്ടത്? ആ രാക്ഷസിയെയോ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, വീണയ്ക്കൊരിക്കലും കല്യാണിയെ സ്നേഹിക്കുന്ന ഒരു അമ്മയാകാൻ പറ്റില്ല. കല്യാണിക്ക് ഒരമ്മ വരണമെങ്കിൽ ഹരി മറ്റൊരു വിവാഹം കഴിക്കുക തന്നെ വേണം. കല്യാണി അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത്രയും വേദനയോട് നീ സംസാരിക്കുന്നില്ലേ? അപ്പോൾ ആദിമോനോ? അവൻ അവന്റെ അച്ഛനെ ചോദിക്കുന്നില്ലേ? അവന്റെ കുഞ്ഞു മനസ്സിൽ അവന്റെ അച്ഛനെ കാണണമെന്നുണ്ടാകില്ലേ? അച്ഛന്റെ സ്ഥാനത്ത് അവന് ഒരാളെ വേണമെങ്കിൽ ജ്യോതി വീണ്ടും ഒരു വിവാഹം കഴിക്കണം. ഹരിയുടെ വിവാഹത്തിന് വീണയൊരു തടസ്സമായി നിൽക്കുന്നത് പോലെ ഇവിടെ ജ്യോതിയുടെ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്നത് നീയല്ലേ? ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ എളുപ്പമാണ്. അങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരലുകൾ നമ്മുടെ നേരെയും ചൂണ്ടുന്നുണ്ട്. അത് മറക്കണ്ട. വീണ അറിഞ്ഞുകൊണ്ട് ഹരിയുടെ വിവാഹത്തിന് തടസ്സമാകുന്നു. അറിഞ്ഞോ അറിയാതെയോ ജ്യോതിമോളുടെ വിവാഹം നിന്റെ പേരിൽ ഇല്ലാതാകുന്നു. കുറ്റപ്പെടുത്തിയതല്ല, ആലോചിച്ച് നോക്കിയാൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞ് സുജാത അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. എന്നിട്ട് തിരിഞ്ഞു നടന്ന് നിത്യയോട് പറയുന്നു, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനം നീ വൈകിപ്പിക്കും തോറും മറ്റു ചിലർക്കും ചിലത് നീ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് സുജാത പോവുകയാണ്. നിത്യ വീണ്ടും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. ജീവനെ അന്ന് കണ്ട കാഴ്ച ഓർക്കുന്നു. ഞാൻ കണ്ടത് ജീവനെ തന്നെയാണെങ്കിൽ, ജീവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് നിത്യ മനസ്സിൽ വിചാരിക്കുന്നു. തുടർന്ന് ജീവൻ ഇപ്പോഴും ആ നീന സിസ്റ്ററിനെയും കൊണ്ട് പോവുകയാണ്.
പുറത്ത് കൊണ്ടുവന്ന് തറയിൽ കിടത്തുന്നു. എന്നിട്ട് ആ സിസ്റ്ററിന്റെ മുഖത്ത് ടോർച്ച് അടിച്ചു നോക്കുന്നു. പിന്നീട് അവിടെ ഒരു കുഴി എടുക്കുകയാണ് ജീവൻ. സിഗരറ്റ് വലിച്ചുകൊണ്ടാണത് ചെയ്യുന്നത്. നീന സിസ്റ്റർ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു. നീനയെ എടുത്ത് ആ കുഴിയിലേക്ക് കിടത്തുകയാണ് ജീവൻ. എന്നിട്ട് നീനയുടെ പുറത്ത് മണ്ണ് വെട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. ആ മണ്ണ് മൂടിയിട്ടതിന്റെ പുറത്ത് കിടന്നുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഇപ്പോൾ അട്ടഹസിച്ച് ചിരിക്കുകയാണ് ജീവൻ. ശേഷം കാണിക്കുന്നത് അമ്മാവൻ ടെറസിന്റെ മുകളിൽ വന്ന് അവിടെ ഇരുന്ന് കരയുകയാണ്. അമ്മാവ എന്ന് വിളിച്ച് ഹരി അവിടേക്ക് വരുന്നുണ്ട്. ഹരി വരുന്നത് കണ്ട് പെട്ടെന്ന് കണ്ണു തുടക്കുകയാണ് ഇപ്പോൾ അമ്മാവൻ. അമ്മാവൻ കരയുകയാണോ എന്ന് ഹരി ചോദിക്കുന്നു. ഏയ്, ആര് കരഞ്ഞു? എനിക്ക് കരയേണ്ട കാര്യം എന്തുവാ എന്നൊക്കെ വളരെ വിഷമത്തോടെ പറയുകയാണ് അമ്മാവൻ. എത്ര നിഷേധിച്ചാലും എനിക്കറിയാം ഉള്ളിൽ നല്ല സങ്കടമുണ്ടെന്ന്. സ്വന്തം മോളല്ലേ മുന്നിലേക്ക് വന്ന് നിന്നത് എന്ന് പറയുകയാണ് ഹരി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം.